നമസ്കാരം പ്രേംലാലെ. ഈ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പിണറായിക്കൊരു മൂന്നാം ഊഴം കൊടുത്തേ തീരൂ എന്നുള്ള ഒരു തീരുമാനത്തിൽ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ആളാണെന്നൊരു സംശയം തോന്നിയിട്ടുണ്ടോ? അല്ല സാറിന് ഇപ്പോൾ അങ്ങനെ ഒരു സംശയം തോന്നാൻ എന്താണ് കൃത്യമായ കാരണം? എന്തെങ്കിലും വ്യക്തമായ കാരണങ്ങളുണ്ട്, എനിക്ക് ബോധ്യങ്ങളുണ്ട്. ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ യുവ തുർക്കിയെ പാർട്ടിക്ക് പുറത്താക്കി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പോലും ബഹിഷ്കരിച്ചത്. അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ അനുഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും, ചില കോൺഗ്രസ് നേതാക്കന്മാർക്ക് എനിക്ക് പരാതി നൽകി എന്നൊക്കെയായിരുന്നു ധീരോജ്വലമായിട്ടുള്ള വി ഡി സതീശൻ്റെ പ്രഭാഷണം. പക്ഷേ ആ നേതാക്കന്മാരുമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക, അവർക്കൊന്നും പരാതിയില്ല. അതായത് മക്കളുടെ സ്വന്തം അച്ഛന്മാർക്കില്ലാത്ത പരാതിയാണ് വി ഡി സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പരസ്യമായിട്ട് ജനങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ചത്. എൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് അത് തന്നെ ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, നെടുങ്കോട്ട പോലെ, കണ്ണൂർ കോട്ട പോലെ കോൺഗ്രസിനെ CPM-ന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷിച്ച ആളാണ്. DCC പ്രസിഡന്റായി കണ്ണൂരിലിരുന്നപ്പോൾ കെ സുധാകരൻ, എല്ലാവർക്കും അറിയാവുന്ന ചോരയിൽ എഴുതിയ ചരിത്രം, പങ്കിലമായ ചരിത്രം. അവിടെ CPM RSSനെതിരെയും മറുവശത്ത് കോൺഗ്രസിനെതിരെയും കൊന്നുകൊണ്ട് വാടിക്കൽ രാമകൃഷ്ണന്റെ രക്തസാക്ഷിത്വത്തോടു കൂടി അവിടെ നടന്ന രക്തരൂഷിതമായ ഒരു തരം വിപ്ലവം, ഉന്മൂലനാശന സിദ്ധാന്തം നടപ്പാക്കാൻ ശ്രമിച്ചത്. അത് ശ്രമിച്ചപ്പോൾ അതിനെ ഏറ്റവും ശക്തമായ രീതിയിൽ പ്രതിരോധിച്ചത് AK ആന്റണി അല്ല, വയലാർ രവി അല്ല, സാക്ഷാൽ K കരുണാകരൻ പോലുമല്ല. K സുധാകരൻ എന്ന് പറയുന്ന നേതാവാണ് കോൺഗ്രസിൻ്റെ രക്ഷകനായിട്ട് അവിടെ അവതരിച്ചത്. ബോംബേറുകൾ, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ബോംബേറുകൾ, വെടിവെപ്പുകൾ, ആക്രമണങ്ങൾ. പാർട്ടി ഗ്രാമങ്ങളും സർവശക്തരും അതുപോലെ തന്നെ സർവ സൈന്യങ്ങളുമുള്ള ഈ പറയുന്ന പോലെ ക്രിമിനൽ കേസുകളിലെ പ്രതികൾ കാരായി രാജനെ പോലെയുള്ള പാർട്ടിക്ക് നിഷ്പ്രയാസം വധിക്കായിരുന്നു. പക്ഷെ ഓരോ സമയവും ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ട ആളാണ് സുധാകരൻ. ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയെ പോലെ തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിന് അവസാന അഭിലാഷമായി എന്ന് ഞാൻ പറയുകയാണ്. ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം, അസുഖബാധിതനാണ്. തൻ്റെ കോട്ടയായ കണ്ണൂരിലൊന്ന് മത്സരിക്കണമെന്ന് തോന്നിയപ്പോൾ CPM-നെ ചെറുത്തുനിന്ന് പോരാടി പാർട്ടിയെ ജയിപ്പിച്ച അദ്ദേഹം പറഞ്ഞപ്പോൾ ഇതൊന്നും ആരും കയറി പ്രഖ്യാപിക്കേണ്ട, പാർട്ടി തീരുമാനിക്കുമെന്ന് ഇന്നലെ കുരുത്ത തകരയായ സതീശൻ പറഞ്ഞിരിക്കുന്നു. വേറെ ഇതിൽ കൂടുതൽ കാരണമാണ് എന്ന് മാത്രമല്ല, സുധാകരൻ ഒരു യോഗത്തിൽ പങ്കെടുത്തപ്പോൾ അതിന് മുമ്പേ വന്ന യോഗത്തിലിരിക്കേണ്ട വി ഡി സതീശൻ സമയത്തിനെത്താതെ വന്നപ്പോൾ K സുധാകരൻ നിരാശ കൊണ്ട് ഇതെന്തൊരു പരിപാടിയാണ് കാണിച്ചിരിക്കുന്നത്, തനി മലയാള ഭാഷയിൽ എന്തോ പറഞ്ഞു. അത് നേരെ പോയി കേന്ദ്ര നിരീക്ഷകർക്ക് പരാതി കൊടുത്തിട്ട് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ആ പരാതി പറഞ്ഞ് പാര വെച്ച് അദ്ദേഹത്തെ ചതിച്ചിരിക്കുന്നു. ഈ കൂടുതൽ എന്ത് തെളിവ് വേണം? പാർട്ടിയുടെ ഒരു കോട്ട അല്ലെങ്കിൽ മതിലില്ലാതാവുമ്പോൾ പാർട്ടി അത്രയും ദുർബലപ്പെടുകയാണ്. കോൺഗ്രസ് ആയാലും CPM ആയാലും ആ കോട്ട ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കും. എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രയധികം ഫൽസിച്ച ഇതേ നേതാവ് തന്നെ ഗണേഷ് കുമാർ പട്ടാപ്പകൽ തൻ്റെ വാളകത്തെ കീഴൂട്ടു വീട്ടിൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ആ കേസ് സ്വന്തം ഭാര്യ തന്നെ പറഞ്ഞപ്പോൾ എന്താ ഒരു വാക്കുപോലും ഗർജിക്കാതിരുന്ന ഈ സിംഹം, ഈ കേസരി എന്തെങ്കിലും ഒരു സമരം നടത്തിയോ? ദുർബലമായ സമരങ്ങൾ ചിലപ്പോൾ നടത്തി കാണും പാർട്ടിക്കാർ. പക്ഷേ വി ഡി സതീശൻ അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു വാക്ക് പോലും പറയാതെ നിശബ്ദനായിരുന്നു. അപ്പോൾ സ്വന്തം പാർട്ടിക്കാർക്കെതിരെ ഇദ്ദേഹം ഉഗ്രശാസനം നടത്തുന്നു, മറിച്ച് CPM അത് കാണിക്കുമ്പോൾ തലോടുന്നു. അതുപോലെ ഞാൻ പറയട്ടെ, എൻ്റെ തോന്നൽ അതുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ തീരുമാനപ്രകാരമാണോ എന്നറിയില്ല, പിണറായി വിജയനെ വീണ്ടും ഒന്ന് വാഴിച്ച് അടങ്ങുമെന്നുള്ള ഒരു ഉഗ്രശപഥം എടുത്തിരിക്കുകയാണ്. അതാണ് ഞാൻ ഈ ചോദിക്കാനുള്ള അടിസ്ഥാനം. പക്ഷെ K സുധാകരനെ മത്സരിപ്പിക്കേണ്ടതെന്നുള്ളത് പാർട്ടി തീരുമാനം എന്ന രീതിയിൽ AICCയുടെ നിബന്ധന അനുസരിച്ച് MP-മാർ മത്സരിക്കേണ്ട എന്നൊരു പൊതു നയം എന്ന രീതിയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് സുധാകരനോട് ഈ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലടക്കം പാർട്ടി നിലപാടെടുത്തിരിക്കുന്നത്. അപ്പോൾ സുധാകരൻ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ സുധാകരനെ ഇപ്പോൾ പാർട്ടി തന്നെ മത്സരിപ്പിക്കാൻ ഇറക്കിയാൽ തന്നെയും അതൊരു മോശം സന്ദേശം, നെഗറ്റീവ് ഇമ്പാക്റ്റ് 140 മണ്ഡലങ്ങളിൽ ഉണ്ടാക്കില്ലേ എന്നൊരു ഭയം പാർട്ടിക്ക് ഉണ്ടാവില്ലേ? അങ്ങനെ എത്ര തവണ ഇതിന് എക്സംഷൻസ്, പാർട്ടിയുടെ ധീരരായ നേതാക്കന്മാർക്ക് എക്സംഷൻസ് കൊടുത്ത എത്രയോ ചരിത്രങ്ങൾ കോൺഗ്രസിൻ്റെ മഹാത്മാഗാന്ധി ഇരുന്ന കാലം മുതലുണ്ട്.
തോറ്റ പട്ടാഭി സീതാരാമയെ നേതാവാക്കിയില്ലേ ആര്? മഹാത്മാഗാന്ധി തന്നെ സുഭാഷ് ചന്ദ്രബോസിനോട് രാജിവെക്കാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിയ ഒരു പാർട്ടിയല്ലേ, ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ, ജനവികാരത്തെ ഉൾക്കൊള്ളേണ്ട പാർട്ടിയല്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് ജയിക്കുന്നത്? ചുമ്മാ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നേതാക്കന്മാരെ മാറ്റി നിർത്തുക. ഞാൻ പറയാം, ഇദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ളൊരു വീഡിയോ 2024 ഫെബ്രുവരിയിൽ അവർ നടത്തിയ ഈ സമരാഗ്നി എന്ന് പറയുന്ന സമരം പരാജയമായി പോയി. അതിലൊരു ഡോക്യുമെൻ്ററി കെ സുധാകരനെ കുറിച്ച്. ഈ പുതിയ തലമുറ അത് കേട്ടു നോക്കണം, കെ സുധാകരൻ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. ആ ഒരു സമയത്ത് ഈ സമരാഗ്നിയിൽ ഇത് വേണ്ട എന്ന് പറഞ്ഞ് അത് അഗ്നിക്കിരയാക്കിയ ആളാണ് വി ഡി സതീശൻ. ആ വീഡിയോയുടെ ഒരു ഭാഗം 1 മിനിറ്റ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ പാർട്ടി അംഗങ്ങളുടെ ഉള്ളിലുള്ള ഈ രക്തദാഹം അത് മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് വളരെ പൈശാചികമായ രീതിയിലാണല്ലോ കൊലപാതകങ്ങൾ പലതും അരങ്ങേറിയിട്ടുള്ളത്. ഇപ്പോൾ TPയുടെ വധമൊക്കെ ഒരു മനുഷ്യനെ ഒരു മൃഗത്തെ അറക്കുന്ന പോലെ അറുത്ത് കൊല്ലുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രമാത്രം മൃഗീയമായ ചിന്തകളിൽ നിന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടാവുള്ളൂ. ഇപ്പൊ ഈ വീഡിയോയിൽ പറയുന്നത് പ്രകാരം അത് ചരിത്ര യാഥാർത്ഥ്യങ്ങളാണെങ്കിൽ കണ്ണൂർ എന്ന് പറയുന്ന CPM അവിടെ ഈ രാഷ്ട്രീയ സംഘർഷങ്ങൾ അത് ഒഴിയാബാധയായിട്ട് നിന്നൊരു സ്ഥലമാണ്. അതിന്റെ പേരിൽ ഇന്ത്യയിൽ കേരള രാഷ്ട്രീയം നാണം കെട്ട് നിന്ന ഒരു ചരിത്രം നമുക്കുണ്ട്. പക്ഷേ 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ ഏറിയ, അതായത് 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ ഏറിയ ശേഷം സ്വിച്ചിട്ട പോലെ ഈ കണ്ണൂരിലെ രാഷ്ട്രീയ സംഭവങ്ങളൊക്കെ അങ്ങ് നിൽക്കുന്നു. അതിനൊരു കാരണമുണ്ട്. ഈ സത്സംഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു ആധ്യാത്മിക സംഘടനയാണ്. അതിന്റെ അധ്യക്ഷനായ ശ്രീ അതെ, അദ്ദേഹം മധ്യസ്ഥനായി നിന്നുകൊണ്ട് RSS CPM ചർച്ച നടത്തുകയാണ്. അതിനുശേഷം അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്നാലും പഴയ പോലെ ഉണ്ടായിട്ടില്ല. അതെങ്ങനെയാണ്? പിണറായി വിജയൻ അധികാരത്തിലെത്തിയ ശേഷം പിന്നെ അവിടെ കണ്ണൂരിൽ ഒരു അക്രമ സംഭവം ഉണ്ടായാൽ അത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്കും പാർട്ടിക്കും ഒരു അവമതിപ്പുണ്ടാകും എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന്. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്, പിണറായി വിജയൻ അധികാരത്തിലെത്തിയ ശേഷം അതിതീവ്രമായ തൊഴിലാളി സമരങ്ങളോ അല്ലെങ്കിൽ ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന വലിയ സമരങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ശാന്തസുന്ദരമായ കേരളം. ഇതെങ്ങനെ സാധിക്കുന്നു? അതെ, അതാണ് പിണറായി വിജയന് ഒരു എതിർപ്പും നേരിടേണ്ടി വരുന്നില്ല. കാരണം എന്താ കാര്യം? ദുർബലനാകുന്നു. കെ സുധാകരനെ ദുർബലനാക്കുന്നു നിങ്ങൾ. ഇതിന് സമരം നടത്താൻ പിണറായി വിജയനോട് തോളോടുതോളല്ല നേർക്കുനേർ നിന്ന് പോരാടാൻ കഴിവുള്ള ഒരേ ഒരു കോൺഗ്രസ്സുകാരൻ. അദ്ദേഹത്തെ അവമതിക്കുന്നു, അവഹേളിക്കുന്നു. അദ്ദേഹത്തിന്റെ പിണറായി വിജയൻ കൊലപാതകിയാണെന്ന് ആവർത്തിച്ച് ഇപ്പോഴും പറയുന്ന നേതാവ് സുധാകരൻ മാത്രമാണ്. നമുക്ക് റെഡ്യൂസ് ചെയ്യാവുന്ന ഒരു വ്യക്തമായ ഒരു കാര്യം, പിണറായി വിജയനായിരുന്നു ഈ ഉന്മൂലനാശന തിയറിയുടെ അവിടുത്തെ വക്താവും അതുപോലെ പ്രണേതാവും. തുടങ്ങി വെച്ചത് ആരായിരുന്നു? വാടിക്കൽ രാമകൃഷ്ണനെ എന്ന് പറയുന്ന BJP-കാരനെ കൊന്നുകൊണ്ട് ഒന്നാം പ്രതിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ആള്. അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിലെ ആസൂത്രണവും. അല്ല, ഒരു കാര്യം കൂടി പറയണം. പിന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനുമാക്കിയിട്ടുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് നോക്കൂ, അല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഇതൊക്കെ സാങ്കേതികത വരുമല്ലോ. പല കേസുകളിലും ഇങ്ങനെ സാങ്കേതികതകൾ വന്നിട്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നമ്മൾ എത്രയോ കാലമായി കാണുന്നു. പക്ഷെ ഇതിന് പിന്നിൽ അദ്ദേഹത്തിന് കൊടുത്ത കേസിലെ കാര്യങ്ങൾ ശരിയല്ലെങ്കിലും അതിൻ്റെ ഒരു ഊർജമുണ്ടായിരുന്നു, അതിൻ്റെ ഒരു സന്ദേശമുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ആസൂത്രണം ഉണ്ടായിരുന്നു എന്ന് ഇന്നും ജീവിച്ചിരിക്കുന്ന കണ്ണൂരിലെ പ്രായമായിട്ടുള്ള ആളുകൾക്കറിയാം. നമുക്ക് മറ്റൊരു വീഡിയോയുടെ ഒരു ഭാഗവും കൂടെ ഒന്ന് കേട്ടു നോക്കാം. കെ സുധാകരൻ എന്ന തീപ്പൊരി നേതാവെത്തുന്നത് 80കളുടെ ആദ്യമാണ്. ശ്രീ കെ സുധാകരൻ MP KPCC പ്രസിഡന്റ് ആവുന്നതിന് മുമ്പും അതിനുശേഷവും കണ്ണൂരെ ഈ CPM അക്രമ രാഷ്ട്രീയത്തിനെതിരായ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു പ്രതീകവും പ്രതിരൂപവുമായിട്ട് കണക്കാക്കപ്പെടുന്ന നേതാവാണ്. അതിലൊട്ടും അതിശയോക്തിയില്ല. എൻ്റെ ഓർമ്മയിൽ ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിയ ആദ്യത്തെ കോൺഗ്രസ് നേതാവ്, ശക്തനായ കോൺഗ്രസ് നേതാവ് എൻ രാമകൃഷ്ണൻ നിർത്തിയ സ്ഥലത്ത് നിന്നാണ് കെ സുധാകരൻ ആരംഭിക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ നേതൃത്വം നൽകിയ കണ്ണൂർ ബെൽറ്റ് അല്ലെങ്കിൽ കണ്ണൂരിലെ സായുധമായ പ്രസ്ഥാനം അങ്ങനെ തന്നെ പറയാം. കാര്യം അക്രമ സംഭവങ്ങൾ ധാരാളമായി അരങ്ങേറിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിശേഷിപ്പിച്ചത്. അപ്പൊ അതിനെ നെഞ്ചൂക്ക് കൊണ്ടും ആശയം കൊണ്ടും നേരിട്ട ഒരു നേതാവ് എന്ന നിലയിലാണ് കെ സുധാകരൻ കോൺഗ്രസിൽ പ്രസക്തനാകുന്നത്. ഇപ്പോൾ ധർമ്മടത്ത് പിണറായി വിജയൻ മത്സരിക്കാൻ പോകുമ്പോൾ ശക്തനായ എതിർ സ്ഥാനാർത്ഥി ഉണ്ടാകണമെന്നുള്ളൊരു വാദം നേരത്തെ വന്നിരുന്നു. പറഞ്ഞു കേട്ടത് ഷാഫി പറമ്പിൽ പോലെയുള്ള പേരുകളാണ്.
പക്ഷെ ദുർബലമായ ഒരു സ്ഥാനാർത്ഥിയാണ് വരാൻ പോകുന്നത് എന്നുള്ള സൂചനകളാണ് ഒടുവിൽ വരുന്നത്. ആരാണെന്നുള്ളത് മനസ്സിലായോ? കോൺഗ്രസ് അന്തിമമായ ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക, അന്തിമമായ പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല. അപ്പോഴും കെ സുധാകരനെ പോലെ ഒരു സാധ്യത അവിടെ അദ്ദേഹം സ്വയം സന്നദ്ധനായിട്ടുള്ളപ്പോൾ എന്തുകൊണ്ട് പാർട്ടി ഇപ്പോഴും മടിച്ചു നിൽക്കുന്നു? ഇവർ തമ്മിൽ എന്തെങ്കിലും പിണറായി വിജയനെ വല്ലാണ്ട് ഭയക്കുന്നുണ്ടോ കോൺഗ്രസ്? വാസ്തവത്തിൽ കെ സുധാകരനെ പോലെയുള്ള ധീരനായ ഒരു വ്യക്തി തനിക്ക് ഈ സീറ്റിൽ ഞാൻ മത്സരിക്കാമെന്ന് പറയുമ്പോൾ അത് ധീരമായിട്ട് സ്വാഗതം ചെയ്യേണ്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. കാരണം കോൺഗ്രസിന് അത്രമാത്രം വലിയൊരു ബെനിഫിഷ്യറി ആയിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യം സംശയമില്ലാത്ത കാര്യമാണ്. എന്തിനാണ് മടിക്കുന്നത്? അപ്പോൾ ഞങ്ങളെല്ലാം കണ്ടില്ലേ, മാർക്സിസ്റ്റ് പാർട്ടിയെ കണ്ടുപിടിക്കണം. 75 വയസ്സ് കഴിഞ്ഞവർക്ക് സ്ഥാനമില്ലെന്ന് പറഞ്ഞ പോളിറ്റ് ബ്യൂറോ അതിൽ നേരെ അദ്ദേഹത്തെ ഒഴിവാക്കിയില്ലേ? അതിനേക്കാൾ വലിയൊരു കേഡർ പാർട്ടി സംവിധാനമൊന്നും അല്ലല്ലേ ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. പാവം സുധാകരനാണ് പറഞ്ഞത് ഇതിനെ സമീ കേഡറാക്കി സംരക്ഷിക്കുമെന്ന്. അത് ബ്രാഞ്ചിലേക്ക് ഒതുക്കി കളഞ്ഞല്ലേ അദ്ദേഹത്തിന്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പാർട്ടിയിൽ ഇങ്ങനെയൊന്നുമുള്ള നിയമങ്ങളൊന്നും എന്താ പറഞ്ഞത്? AG ഗാർഡിനെ പറഞ്ഞ ഒരു കാര്യം തന്നെ ഞാൻ പറയാം. മാൻ ഈസ് നോട്ട് ഫോർ റൂൾ ഈസ് ഫോർ മാൻ. മനുഷ്യന് വേണ്ടിയാ നിയമം മനുഷ്യന് വേണ്ടി. അതിനു വേണ്ടി മരിക്കാൻ നമ്മൾ നടക്കരുത്. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ തത്വമാക്കേണ്ടത്. ഏത് പാർട്ടിയായാലും ഇത് ശരി, അതിനു വേണ്ടിയിട്ട് പാർട്ടിയെ തോൽപ്പിക്കണം. കണ്ണൂരിൽ ഇപ്പോൾ മാഷ് പറഞ്ഞത് അത് തന്നെയല്ലേ, കണ്ണൂരിലിട്ട് തോൽപ്പിക്കാൻ പോകുന്നു സോഫ്റ്റായിട്ടുള്ള ഒരാളിനെ വെച്ചിട്ട്. ആത്മഹത്യയാണോ പാർട്ടി ചെയ്യേണ്ടത്? ജീവിച്ചിരിക്കുകയല്ലേ വേണ്ടത്? നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ എന്ത് കാര്യമാണ് ഈ പറയുന്നത്? അതോ ഇനി ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളിയാണെന്നെങ്കിൽ നിങ്ങൾ അത് വ്യക്തമാക്കുകയല്ലേ ചെയ്യേണ്ടത്? അതല്ലാതെ ചുമ്മാ സുധാകരൻ എന്ന വ്യക്തികൾ തമ്മിലുള്ള ഒരു പരിപാടിയാണോ ഇത്? മനസ്സിലാവുന്നില്ല. VD സതീശൻ പരസ്യമായിട്ട് എൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഇത് ഒരാളിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണോ കോൺഗ്രസ്? എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക. അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ കേന്ദ്ര നേതൃത്വം, ലീഡർഷിപ്പ് എന്ന് പറയുന്ന കേന്ദ്ര നേതൃത്വം തീരുമാനങ്ങൾ എടുക്കേണ്ടത്? ഇത്ര നാളായല്ലോ, 4-5 ദിവസമായാലും ഒരു തീരുമാനം എടുക്കാൻ കേന്ദ്രത്തിന് അത്ര വീക്കാണെങ്കിൽ പിന്നെ ഈ പാർട്ടി എന്തിനാണ് നിലനിൽക്കുന്നത്? ലീഡർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ പെട്ടെന്നുള്ള ഡിറ്റർമിൻഡ് മൈൻഡോടുകൂടി ലീഡറിൻ്റെ മാതൃകയാണ് K. കരുണാകരൻ. അങ്ങനെ തീരുമാനമെടുക്കേണ്ട ആളാണ്. അതെടുക്കാതെ കോഴ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെരഞ്ഞെടുപ്പിൻ്റെ എത്ര ദിവസം കൊണ്ട് ഇനി? കേവലം 2 ആഴ്ച തീർന്നു. ആ സമയത്തിനകം പോലും തീരുമാനമെടുക്കാതെ ഉഴലുന്ന പാർട്ടി ധീരമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ള ഒരു താപ്പാന തന്നെയാണ് K. സുധാകരൻ. ഉന്നത ശീർഷനായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് K. സുധാകരൻ. കോൺഗ്രസ്സിന് അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വം അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് ചില പത്രപ്രവർത്തകരുടെയൊക്കെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സതീശൻ ഇങ്ങനെ പറയുകയാണ്. പാർട്ടിയുടെ ആഴത്തിലേക്കും ഉൾക്കാഴ്ചയിലേക്കും ചരിത്രത്തിലേക്കും അദ്ദേഹത്തിൻ്റെ വായനകൾ പോയിട്ടില്ല. എന്തായാലും അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ഡോക്യുമെൻ്ററിയുടെ അവസാന ഭാഗം കൂടി ഒന്ന് കാണുന്നത് ഉചിതമായിരിക്കും. ഓക്കെ. കുടുംബങ്ങൾക്ക് നഷ്ടം, പാർട്ടിക്ക് നഷ്ടം, ഇതെല്ലാം ഉണ്ടാക്കിയിട്ടും കണ്ണൂരിലെ ചെറുപ്പക്കാർ, കണ്ണൂരിലെ പ്രവർത്തകന്മാർ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി വീറോടെ മുൻപോട്ട് വന്നു എന്നതാണ് ചരിത്രം. ഓരോ അക്രമത്തെ ഫേസ് ചെയ്യുമ്പോഴും ആൽപവീരവും ആൽപശക്തിയും എനിക്ക് കൂടിക്കൂടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് പ്രവർത്തകർക്ക് പുതിയ പ്രതീക്ഷയായി. CPM-ന്റെ അക്രമങ്ങളെ നെഞ്ചുറപ്പോടെ പ്രതിരോധിക്കാൻ ഒരു നേതാവ് എത്തിയപ്പോൾ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ KS-നൊപ്പം നിന്നു. കോൺഗ്രസിന്റെ ജില്ലയുടെ അമരക്കാരൻ നിലയ്ക്ക് നിർത്തി കണ്ണൂരിലെ CPM-നെ. കരുതലോടെ കാത്തു ഓരോ കോൺഗ്രസ് പ്രവർത്തകനെയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.